സ്റ്റിച്ചിങ് ഒന്നും അധികമായിട്ട് പഠിക്കാത്ത, പ്രൊഫഷണലായിട്ടൊന്നും പഠിക്കാത്ത, ഒരു സാധാരണ കുറച്ച് സ്റ്റിച്ചൊക്കെ അറിയാമെന്നുള്ള ഒരാൾക്ക് ഇതേപോലൊരു സാരിയിൽ നിന്ന് നല്ലൊരു അടിപൊളി അംബ്രല്ല കട്ട് കുർത്തി, അതും വെറും 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം കണ്ടിട്ട് വേറൊരു യൂട്യൂബ് വീഡിയോയുടെ സഹായം ഇല്ലാതെ ഞാൻ ഈ സാരി കൊണ്ട് ഒരു അംബ്രല്ല കട്ട് കുർത്തി, എൻഡിൽ ഫ്രിൽസൊക്കെ വരുന്ന ഫുൾ സ്ലീവായിട്ടുള്ളൊരു കുർത്തി ഞാൻ ഈ ഒരു സാരി കൊണ്ട് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലെ പാർട്ട് 1 ആണ് ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ തയ്ക്കാനറിയാമെന്ന് എങ്ങനെ ഒന്ന് തുടങ്ങണമെന്ന് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇതിലെന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിക്കാം. ഞാൻ ഉടനെ റിപ്ലൈ തന്നിരിക്കും. ഉടനെ മീൻസ് ഞാൻ എപ്പോൾ കാണുന്നു അപ്പോൾ ഞാൻ റിപ്ലൈ തന്നിരിക്കും. ധൈര്യമായിട്ട് ചോദിക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കട്ടിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ കാണിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റെ ചാനലിൽ തന്നെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ അതിൻ്റെ എല്ലാ പോർഷൻസും ഷോർട്സ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതൊക്കെ കയറി കണ്ടു നോക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും, ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവാം. ഇനി കുറച്ചൊരു 20 പേരും കൂടെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നൽകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറന്നു പോകണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ജസ്റ്റ് പിൻട്രസ്റ്റ് കണ്ട ഈ ഒരു ഫോട്ടോ വെച്ചാണ്, ഈ ഒരു ഫോട്ടോ പ്രിഫറൻസ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാരണം ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്താണ് ഇത്രയൊക്കെ പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻ്റെ കൂടെ കൂടിയാൽ ഉറപ്പായിട്ടും സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റേതായ രീതിയിൽ, അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, ഭയങ്കര മെത്തേഡുകളൊന്നും ഇല്ലാതെ സാധാരണമായ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസിൽ പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് ഞാൻ ലൈനിങ് തുണിയാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നല്ല തുണി കട്ട് ചെയ്യാതെ ലൈനിങ് തുണി കട്ട് ചെയ്യണതായിരിക്കും നല്ലത്. ലൈനിങ് തുണി 4ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ കുർത്തിയുടെ മേൽഭാഗം നമുക്ക് 14 വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15 അളന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ എൻ്റെ ഷോൾഡർ എനിക്കൊരു മീഡിയം ടു ലാർജ് അതിനിടയ്ക്ക് നിൽക്കുന്ന സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ 7ഉം ആം ഹോളും അതേപോലെ സെയിം ആയിട്ട് 7ആണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ കഴുത്ത് വന്നിട്ട് മേളുള്ള ഭാഗത്ത് 3ഉം താഴത്തെ ഭാഗത്ത് 3.5 വീതി എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഷോൾഡർ കിളിഞ്ഞു പോവാതെ താഴെ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വൈഡ് കിട്ടാൻ വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ വെട്ടിയെടുക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ആ ഒരു ചതുരം വരച്ചതിന് ശേഷം നമ്മുടെ സൈസൊക്കെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. സൈസ് എപ്പോഴും നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ച് ടേപ്പ് അളന്നിട്ട് അതിനെ 4 കൊണ്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എത്ര തയ്യൽ തുമ്പോ 1 1.5 തയ്യൽ തുമ്പും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് എപ്പോഴും അളവ് കൊടുക്കേണ്ടത്. ആ വിധത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് 8.5 + 1.5 10, നമ്മുടെ മിഡ് വേസ്റ്റിൻ്റെ, അതായത് അതിൻ്റെ ഏറ്റവും താഴെ 7.5 + 1.5 9 ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തി ഇതേപോലെ ചരിഞ്ഞായിരിക്കും നമുക്ക് വര കിട്ടുന്നത്. ഇനി ആം ഹോളിൻ്റെ നേർപകുതി അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ആ കുഴിവുണ്ടല്ലോ അവിടെ നിന്ന് ഒരു 1 ഇഞ്ചും കൂടെ കയറ്റി ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ അളവ് നോക്കാം എന്നുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്നിട്ട് ഞാൻ നമ്മുടെ നെക്കിന് വന്നിട്ട് ഈ ഒരു റായാണ്, അതായത് യു അല്ല റായും അല്ല, ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ കോണിൻ്റെ അവിടെ മാത്രം ജസ്റ്റ് ചതുരം പോലെ അല്ലാത്തൊരു റാ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ വരച്ചു കൊടുത്തത്. എന്നിട്ട് ഞാൻ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേപോലെ ചരിച്ചാണ് നമ്മുടെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ ആയിപ്പോൾ, അതുകൊണ്ട് നമുക്ക് ആം ഹോളും ബോഡി ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 2 തുണി സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ കഴുത്ത് വെട്ടാൻ. എപ്പോഴും അത് മറന്നു പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരേ മോഡൽ കഴുത്താവേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 തുണിയിൽ നിന്ന് ബാക്ക് പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം, നമ്മളിപ്പോൾ ഫ്രണ്ടല്ലേ നമ്മൾ വരച്ചത്, അതുകൊണ്ട് ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് വെട്ടണം. എന്നിട്ട് ബാക്ക് പോർഷനിൽ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് അടയാളപ്പെടുത്തി നമ്മൾ ബാക്കും കൂടെ വെട്ടണം. ഞാനിതിപ്പോൾ ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല കോട്ടൻ്റെ സ്റ്റിഫായിട്ടിരിക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയാതെ നമുക്ക് അളവ് മാറത്തില്ല. അല്ലാതെ നിങ്ങളൊക്കെ ഈ ഒഴുകുന്ന മട്ട് തുണിയാണെങ്കിൽ ഇങ്ങനെ വെച്ചെടുത്തുനിന്ന് അനക്കാതെ നിങ്ങളൊന്നും
അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെട്ടിയെടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഫ്രണ്ട് പോർഷൻ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി ബാക്ക് പാർട്ടിൽ ഇതേ സെയിം പോലെ തന്നെ നെക്കൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു യു നെക്കാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇങ്ങനെ എഴുതി FB എന്ന് എഴുതി വെച്ചിട്ട് ഇനി നമുക്കിതിനെ നല്ല തുണിയിലോട്ടാണ് മാറ്റേണ്ടത്. ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നല്ല തുണിയും 4ആയിട്ട് മടക്കി ആവശ്യത്തിനുള്ള ലെങ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് ഒഴിച്ച് ആം ഹോളും നമ്മുടെ ബോഡി പാർട്ടും ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് മാറ്റണം. എന്താണെന്ന് വെച്ചാൽ നെക്ക് മറിച്ചടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്ക് മറിച്ചടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ലോങ് ആയി പോകും വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാനത് ഷോർട്ടായിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്ക് നമ്മുടെ സ്ക്വയർ നെക്ക് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ലൈനിങ് ഇട്ടും ലൈനിങ് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറി സ്റ്റിച്ചിങ് വീഡിയോസിൽ നോക്കിയാൽ മതി, നമുക്ക് വേഗം കിട്ടും. എന്നിട്ട് ഞാൻ പ്രിൻസസ് കട്ടും വെട്ടിയെടുക്കുന്നുണ്ട്. അത് എങ്ങനെയെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് ബോറടിക്കത്തില്ല. അതുകൊണ്ടാണ് അതെങ്ങനെ അടയാളപ്പെടുത്താം, എങ്ങനെ ചെയ്യാം എല്ലാം ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഷോൾഡർ ഇൻവിസിബിൾ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെയും ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഒന്നുകൂടെ ചെയ്ത് ഇട്ടിരിക്കാം. അപ്പം അതെല്ലാം ചെയ്ത് ഇൻവിസിബിളായിട്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഇങ്ങനെ ഇതിൻ്റെ ബാക്കി തുണിയുള്ള ഇതിലാണ് നമുക്കിനി സ്കർട്ട്, അതായത് താഴോട്ട് ഇങ്ങനെ അംബ്രല്ല സ്കർട്ട് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രില്ലിൻ്റെ ഇടയ്ക്ക്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് 1 മീറ്റർ, അതായത് ടോട്ടൽ 2 മീറ്റർ, ഒരു 2.25 മീറ്ററോളം തുണിയെടുത്ത് ഇതേപോലെ സ്ക്വയറായിട്ട് സാരി ആയതുകൊണ്ട് ബാക്കിയും അങ്ങോട്ട് നീളമുണ്ട്. ഞാൻ ആ മടക്ക് വരുന്ന ആ ഒരു ഭാഗം വരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ സാരി ആയതുകൊണ്ട് വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ ഈക്വലായിട്ട് മടക്കി ഇതേപോലെ ക്ലോസ്ഡ് വശം ഓപ്പോസിറ്റ് വശത്തോട്ട് ഇങ്ങനെ കോണായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആ കോണ് വരുന്ന ഭാഗത്ത് നമ്മൾ മേൽ പാർട്ട് തച്ച് വെച്ചില്ലേ അതിനെ ഈക്വലായിട്ട് സെയിം ആയിട്ട് 2ആയിട്ട് മടക്കിയിട്ട് എത്രയാണോ അവിടെ ഒന്ന് നമ്മുടെ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ റാ പോലെ നമ്മളൊന്ന് വരച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മുടെ മേൽ പാർട്ട് എത്രയുണ്ടോ അതേ അളവിന് തന്നെ നമുക്ക് താഴത്തെ സ്കേർട്ടും കിട്ടും. പ്രത്യേകിച്ച് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവെടുത്ത് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതായി. ഇത്രയും മാത്രം ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മുടെ മേൽ പാർട്ടിൻ്റെ താഴെ ജോയിൻ ചെയ്യാനുള്ള സെയിം അളവിന് കിട്ടും. ഇതേപോലൊരു റാ ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കും എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഷോൾഡർ ടു താഴെ വരെ ഈ ടോട്ടൽ കുർത്തിയുടെ ലെങ്ത് 50 എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മേൽ പാർട്ടിന് വേണ്ടി 15 അതിൽ നിന്ന് കുറച്ചല്ലോ. അപ്പോൾ ആ 15 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35 ഈ 35 ഞാൻ താഴത്തെ ഫ്രില്ല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 7 ഇഞ്ചാണ്. ഇതിനെല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 1-1.5 ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ അതിൻ്റെ ബാക്കി കിട്ടുന്ന 28 ഈ ഒരു 28 നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മേൽ പാർട്ട് കട്ട് ചെയ്ത് വരച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ കൈ വിടാതെ അവിടെ കൈ അനക്കാതെ പിടിച്ചിട്ട് നമ്മളുടെ താഴത്തെ ഭാഗം മാത്രം അനക്കി ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്കേർട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ. അപ്പോൾ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുത്. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. ടാറ്റാ.